മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വിദ്യാർത്ഥികളും മാത്തമാറ്റിക്സ് സബ്ജക്റ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം കെമിസ്ട്രി സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് എന്നും മനസ്സിലാക്കുന്നു. തീർച്ചയായും മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ മികച്ച സ്കോർ കണ്ടെത്തുന്നതിന് വേണ്ടി ഓൾറെഡി വിവിധ തരത്തിലുള്ള ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. എന്നാൽ ചുരുക്കം വിദ്യാർത്ഥികൾക്കെങ്കിലും എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഈ വീഡിയോയിൽ കൂടെ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് ഷോർട്ട് കട്ട് ഒന്നും തന്നെയില്ല. NCERT ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്ററും തറവായി പഠിക്കുക, എക്സസൈസിലെ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളെ പഠിപ്പിച്ച നോട്ട്സ് കാണും, അധ്യാപകർ പഠിപ്പിച്ച നോട്ട്സ് കാണും, ആ നോട്ട്സ് വെച്ച് പഠിക്കുക. അല്ല എങ്കിൽ ഓൾറെഡി ഞാൻ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സിന്റെ കംപ്ലീറ്റ് പോർഷൻസും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. +2 മാത്തമാറ്റിക്സ് ഡീറ്റെയിൽഡ് ക്ലാസ് എന്ന പ്ലേലിസ്റ്റിലുള്ള ക്ലാസ്സുകൾ കണ്ടാൽ മതി, ഫുൾ മാർക്ക് കിട്ടും. ഒപ്പം ഒരു കാര്യം കൂടെ ചെയ്യണം. സാധാരണ രീതിയിൽ ഡീറ്റെയിൽഡ് ക്ലാസ് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ ഫുൾ മാർക്ക് കിട്ടും. ഈ വർഷം ക്വസ്റ്റ്യൻസ് ടഫായി വരുന്ന സ്ഥിതിക്ക്, ടഫായി വരാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് നമ്മൾ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് അല്ലെങ്കിൽ എബോവ് A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതുകൂടെ പഠിക്കുക. സോ റിപ്പീറ്റ് ചെയ്യുന്നു, ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ നിങ്ങളുടെ നോട്ട്ബുക്ക് വെച്ച് ടെക്സ്റ്റ് ബുക്ക് നോക്കി NCERT ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് പഠിക്കുക. പ്ലസ് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ്, കുറച്ച് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസും മിസ്ലേനിയസ് എക്സസൈസിലെ കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് എക്സാമിനേഷന് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാത്ത ചില ക്വസ്റ്റ്യൻസും കൂടെ ഉൾപ്പെടുത്തിയാണ് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത്. 13 ചാപ്റ്ററിന്റെയും സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് +2 ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് A+ സീരീസ് എന്ന പേരിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ ഡീറ്റെയിൽഡ് ക്ലാസ് 13 ചാപ്റ്ററിന്റെയും ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ ഇത്രയും കാര്യങ്ങൾ മിനിമം ചെയ്യണം. പിന്നെ മോർ എന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യാം. +2 പ്രീവിയസ് എക്സാമിനേഷൻസിൽ പബ്ലിക് എക്സാമിനേഷനും മോഡൽ എക്സാമിനേഷനും ചോദിച്ച ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പ്ലേലിസ്റ്റും തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് മൂന്നും നിങ്ങൾ കണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ഫുൾ മാർക്ക് കിട്ടും, യാതൊരു സംശയവുമില്ല. ഡീറ്റെയിൽഡ് ക്ലാസ് പ്ലസ് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ പ്ലസ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്സസ്. ഇത് വീഡിയോ ക്ലാസ് തന്നെ കാണണമെന്നില്ല, നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ കളക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി. സോ ഫുൾ മാർക്ക് കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം A+ അല്ലെങ്കിൽ എബോവ് A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഒത്തിരി കുട്ടികൾ മെസ്സേജ് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായും നിങ്ങൾ ഡീറ്റെയിൽഡ് ക്ലാസ് ചിലപ്പോൾ കാണുവാൻ പറ്റത്തില്ലായിരിക്കും. എങ്കിൽ നിങ്ങൾ എന്ത് കാണുക, റിവിഷൻ ക്ലാസ്സസ്, +2 മാത്തമാറ്റിക്സ് റിവിഷൻ ക്ലാസ്സസ് എന്നൊരു ഫോൾഡർ ഉണ്ട്. അതിനകത്ത് ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയും ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പ്ലസ് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും എന്താണ്, ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. ഈ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ 2 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിലും 2 വീഡിയോസ് ഉണ്ട്. ഒരു വീഡിയോ എന്ന് പറയുന്നത് ഷുവർ ക്വസ്റ്റ്യൻസ്, സ്ഥിരമായി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ആ ചാപ്റ്ററിലെ കീ പോയിന്റ്സും ഉൾപ്പെടുന്നതാണ് ഒരു വീഡിയോ. മറ്റൊരു വീഡിയോ എന്ന് പറയുന്നത് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതും കൂടെ A+ അല്ലെങ്കിൽ എബോവ് A+ പ്രതീക്ഷിക്കുന്നവർ കാണുക. റിവിഷൻ ക്ലാസ് പ്ലസ് എന്താണ്, ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് A+ സീരീസ്. അതിനകത്ത് 2 ടൈപ്പ് വീഡിയോസ് ഉണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് വീഡിയോ ഉണ്ട്, അത് കാണണമെന്നില്ല, കാരണം അതെല്ലാം റിവിഷൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്. ജസ്റ്റ് A+ അല്ലെങ്കിൽ എബോവ് A+ ഉള്ള കുട്ടികൾ റിവിഷൻ ക്ലാസ് പ്ലസ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ കൂടെ നിങ്ങൾ പഠിക്കുക. സ്വാഭാവികമായിട്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ പഠിക്കുന്നത് നല്ലതായിരിക്കും ഒരു A+ പ്രതീക്ഷിക്കുന്ന കുട്ടികൾ. ഇനി മറ്റൊരു വിഭാഗമുണ്ട്, ഇതുവരെ കാര്യമായി ഒന്നും പഠിച്ചില്ല, ഒന്ന് ജസ്റ്റ് പാസ്സായാൽ മതി. അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ A+ സീരീസ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് മാത്രം. അതായത് അതിലെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ പഠിക്കേണ്ട ആവശ്യമില്ല. ഷുവർ ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്ററിലെയും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫോർമുലകളും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്ന ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കണ്ടു പഠിക്കുക. പ്ലസ് ഒരു വർഷം മുന്നേ നമ്മൾ ചെയ്ത ഒരു 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ഉണ്ട്. ഒരു ചാപ്റ്ററിലെ 2-3 ക്വസ്റ്റ്യൻ ഒരു 15 മിനിറ്റ് കൊണ്ട് ഒരു ചാപ്റ്റർ പഠിക്കാൻ പറ്റും. ആ രീതിക്ക് കുറച്ച് വീഡിയോ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് പ്ലസ്
ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. ഈ 2 പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകൾ കാണുക. ഒരു 10-15 മണിക്കൂർ കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. ഇനിയും 2-3 ദിവസം, 3-ലധികം ദിവസമുണ്ട്. തീർച്ചയായിട്ടും ജസ്റ്റ് പാസ്സാകാനുള്ള കുട്ടികൾ വീണ്ടും ഒരിക്കൽ കൂടെ ഫോക്കസ് ചെയ്യേണ്ട പ്ലേലിസ്റ്റ് എന്താണ്? ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. അതിലെ ആ ഷുവർ ക്വസ്റ്റ്യൻസിന്റെ പ്രോബ്ലംസ് മാത്രം ചെയ്താൽ മതി, സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ വേണ്ട. ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ ഓരോ ചാപ്റ്ററിലെയും കീ പോയിന്റ്സും പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. പ്ലസ് 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റ്യൻസ് അത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാസ്സാകാൻ സാധിക്കും, യാതൊരു സംശയമില്ല. ഇനി മറ്റു ചില കുട്ടികൾ നമുക്ക് ജസ്റ്റ് പാസ്സായാൽ പോരാ, ഒരു എ ഗ്രേഡ് അല്ലെങ്കിൽ ഡബിൾ പാസ് മാർക്ക് വേണം. അവർ തീർച്ചയായിട്ടും ഷുവർ ക്വസ്റ്റ്യൻ കാണണം. ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കാണുക, പ്ലസ് റിവിഷൻ ക്ലാസ് കൂടെ കാണുക. റിവിഷൻ ക്ലാസ് പ്ലസ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. ഈ രീതിക്ക് 3 തരത്തിലുള്ള വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ടുള്ള വ്യത്യസ്തമായ പ്ലേലിസ്റ്റുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് എല്ലാം നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാകുന്നതാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ ഷുവർ ക്വസ്റ്റ്യൻസിന്റെയും അതോടൊപ്പം തന്നെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസിന്റെയും PDF. പല കുട്ടികളും വീഡിയോ ക്ലാസ് കാണുവാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിന്റെ PDF ഇവിടെ നിന്ന് കിട്ടും. ആ PDF, അതായത് ഓരോ ചാപ്റ്ററിലെ കീ പോയിന്റ്സും അതിന്റെ ഷുവർ ക്വസ്റ്റ്യൻസും ഒരു PDF ആയിട്ട് കിട്ടും. അതുപോലെ ഓരോ ചാപ്റ്ററിലെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യനും അതിന്റെ ആൻസേഴ്സും വ്യത്യസ്തമായ PDF-ൽ നിങ്ങൾക്ക് ലഭ്യമാകും. ആ ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നു. നോട്ട് ദ പോയിന്റ്, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ പറഞ്ഞ ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് ഞാൻ നൽകുന്നതാണ്. അതിനകത്ത് ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിന്റെ ആൻസേഴ്സ് ഉണ്ടായിരിക്കും, സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിന്റെ ആൻസേഴ്സ് ഉണ്ടായിരിക്കും. ഒപ്പം മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ പോയിന്റ്സ്, ഓരോ ചാപ്റ്ററിലെ കീ പോയിന്റ്സും ഉണ്ടായിരിക്കും. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് ഓപ്പൺ ചെയ്ത് ഓരോ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ ഷുവർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഓക്കെ, അറിഞ്ഞുകൂടായെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ മാത്രം വീഡിയോ ക്ലാസ് കണ്ടാൽ മതി. അതുപോലെ ഓരോ ചാപ്റ്ററും പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ വീഡിയോ ക്ലാസ് കാണേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ചാപ്റ്റർ തറവായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷുവർ ക്വസ്റ്റ്യൻ നോക്കണം, സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ നോക്കുക. അതിനകത്ത് അറിഞ്ഞുകൂടാത്ത ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് ലിങ്ക് ഓപ്പൺ ചെയ്ത് വീഡിയോ ക്ലാസ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ ജസ്റ്റ് PDF ഓപ്പൺ ചെയ്ത് എങ്ങനെയാണ് അത് സോൾവ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ഈ രീതിക്കാണ് പഠിക്കേണ്ടത്. ഇതായിരിക്കണം നമ്മുടെ സ്റ്റഡി പ്ലാൻ. കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളുടെ എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുമുണ്ട്. സോ മികച്ച വിജയം നിങ്ങൾക്ക് നേടുവാൻ സാധിക്കട്ടെ. വരും ദിവസങ്ങളിൽ വ്യത്യസ്തമായ ഒത്തിരി ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എല്ലാവർക്കും എക്സാമിനേഷന് മികച്ച വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.